Hi all, welcome to Learnino. ഇന്നത്തെ മാരത്തോൺ സെഷനിൽ മൈക്രോ കൺട്രോളർ റിലേറ്റഡ് ആയിട്ടുള്ള 25 MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സസുകളിലായിട്ട് ട്രേഡ്സ്മാൻ സിലബസിൽ വരുന്ന ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The 8051 has dash 16-bit counter or timer. 8051 എത്ര 16-bit ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ ഉണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. 1, 2, 3, 4. ഓക്കെ, 8051 രണ്ട് ടൈമേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ടൈമർ 0 ആൻഡ് ടൈമർ 1 അല്ലെ. ഇത് ഓരോന്നും എന്താണ്? 16-bit വൈഡ് ആണ്. ഈ ടൈമേഴ്സിനെ നമുക്ക് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം? 4 8-bit രജിസ്റ്റേഴ്സ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ടൈമർ 0നെ ടൈമർ 0 ഹൈ ബൈറ്റ് രജിസ്റ്റർ, അതുപോലെ തന്നെ ടൈമർ 0 ലോ ബൈറ്റ് രജിസ്റ്റർ, ദെൻ ടൈമർ 1ന് ടൈമർ 1 ഹൈ ബൈറ്റ് രജിസ്റ്റർ, അതുപോലെ തന്നെ ടൈമർ 1 ലോ ബൈറ്റ് രജിസ്റ്റർ. അങ്ങനെ 4 8-bit രജിസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An alternate function of port pin P3.4 in 8051 is. Okay, 8051 port pin P3.4 alternate function എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ടൈമർ 0, ടൈമർ 1, ഇൻട്രപ്റ്റ് 0, ഇൻട്രപ്റ്റ് 1. ഓക്കെ, അപ്പൊ 8051 നമുക്കറിയാം ടോട്ടൽ 4 പോർട്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3. ഈ ഓരോ പോർട്ടിലും 8 പിൻസ് വീതമാണുള്ളത്. അങ്ങനെ ടോട്ടൽ 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇതിൽ തന്നെ ചില പോർട്സിന് എന്തുണ്ട്? ഓൾട്ടർനേറ്റ് ഫങ്ഷൻ ഉണ്ട്. പോർട്ട് 3 അതുപോലെ ഓൾട്ടർനേറ്റ് ഫങ്ഷൻസ് ഉള്ള ഒരു പോർട്ടാണ്. ആ പോർട്ട് 3യിലെ 4th പിന്നിന്റെ ഓൾട്ടർനേറ്റ് ഫങ്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. പിൻ 3.4 എന്ന് പറയുന്നത് ആക്ച്വലി എത്രാമത്തെ പിൻ ആയിട്ട് വരും? 14th പിൻ ആണ് അല്ലെ. അപ്പൊ ഈ 14th പിൻ അതുപോലെ തന്നെ P3.5 15th പിൻ, ഇത് രണ്ടും ടൈമർ ഓപ്പറേഷൻസ് ആണ് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ടൈമർ 0 അതുപോലെ തന്നെ ടൈമർ 1. ഓക്കെ, അപ്പോൾ P3.4 എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി എന്തിനു വേണ്ടിയിട്ടാണ്? ടൈമർ 0 ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The input-output ports that are used as address and data for external memory are. Okay, അപ്പോൾ നമ്മൾ എത്ര പോർട്സ് ഉണ്ടെന്നെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഇതിൽ എക്സ്റ്റേണൽ മെമ്മറി ഇന്റർഫേസ് ചെയ്യുന്ന സമയത്ത് അഡ്രസ് അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോർട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. പോർട്സ് 1 and 2, പോർട്സ് 1 and 3, 0 and 2, 0 and 3. ഓക്കെ, അപ്പൊ ഇതില് പോർട്ട് 0 അതുപോലെ തന്നെ പോർട്ട് 2 ആണ് നമ്മൾ അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റ ലൈൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8051 microcontroller is designed by Intel in. Intel 8051 microcontroller ഡിസൈൻ ചെയ്ത ഇയർ ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. 1980, 1981, 82, 83. ഓക്കെ, അപ്പൊ 1981 8051 മൈക്രോ കൺട്രോളർ ഇന്റൽ ഡിസൈൻ ചെയ്തത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The total external data memory that can be interfaced to 8051 is. ഇപ്പൊ 8051 ഇന്റർഫേസ് ചെയ്യാൻ പറ്റുന്ന, എക്സ്റ്റേണലി ഇന്റർഫേസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ മെമ്മറിയുടെ എമൗണ്ട് ആണ് അല്ലെങ്കിൽ സ്പേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 32K, 64K, 256K, 128K. നമുക്ക് ഓൾറെഡി അറിയാം 8051 മെമ്മറി, രണ്ട് മെമ്മറി ഉണ്ട്. ഡേറ്റ മെമ്മറി, അതായത് റാം, ദെൻ
പ്രോഗ്രാം മെമ്മറി അല്ലെങ്കിൽ കോഡ് മെമ്മറി എന്ന് പറയുന്നത് ഏതാണ്? റോം മെമ്മറി അല്ലേ? അപ്പോൾ ഇൻബിൽട്ട് ആയിട്ട് 8051 റാം സ്പേസ് എത്രയുണ്ട്? 128 ബൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ റോം സ്പേസ് 4 കിലോബൈറ്റ്സ് ഉണ്ട്. ഇത് തികയാതെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണലി മെമ്മറി പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ മെമ്മറിന്റെ സ്പേസ് ആണ്, എത്ര എമൗണ്ട് ഓഫ് ഡേറ്റ മെമ്മറി എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നിട്ട് 64 kilobytes ആണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിൻ 9 represent ഡാഷ് പിൻ ഇൻ 8051 മൈക്രോ കൺട്രോളർ. 8051 പിൻ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ പിൻ 9 ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സ്റ്റാർട്ട്, റീസെറ്റ്, ഗ്രൗണ്ട്, നൺ ഓഫ് ദിസ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ റീസെറ്റ് മാത്രമാണ് മൈക്രോ കൺട്രോളർ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ പിൻ 9 എന്ന് പറയുന്നത് എന്ത് പിന്നാണ്? റീസെറ്റ് പിൻ ആണ്. ഓക്കെ, ഇപ്പൊ റീസെറ്റ് പിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മൈക്രോ കൺട്രോളറിനെ റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രം ബിഗിനിങ് 000H വീണ്ടും ലോഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Address latch enable is used to distribute data through dash signal of the port. ഓക്കെ, അഡ്രസ് ലാച്ച് എനേബിൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. 8051 അഡ്രസ് ബസ്സും അതുപോലെ തന്നെ ഡേറ്റ ബസ്സും മൾട്ടിപ്ലെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിനെ ഡിമൾട്ടിപ്ലെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ലാച്ച് എനേബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സിഗ്നൽ ബസ്, അഡ്രസ് ബസ്, ഡേറ്റ ബസ്, അഡ്രസ് ഡാറ്റ ബസ്. അഡ്രസ് ഡാറ്റ ബസ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വൺ. The next question. Which among the following microcontroller has an additional timer? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് മൈക്രോ കൺട്രോളറിനാണ് അഡീഷണൽ ആയിട്ട് ഒരു ടൈമർ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 8051 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ടൈമർ ഏത് മൈക്രോ കൺട്രോളറിനാണ് ഉള്ളത്? ഓപ്ഷൻസ് നോക്കാം. 8031, 8051, 8052, both A and B. ഓക്കെ, നമുക്കറിയാം 8051 എത്ര ടൈമർ ഉണ്ട്? 2 ടൈമർ ആണുള്ളത്. 8052 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് അഡീഷണൽ ആയിട്ട് ഒരു ടൈമർ കൂടി ഉണ്ട്. അതായത് ടോട്ടൽ 3 ടൈമേഴ്സ് ഉണ്ട്. ദെൻ എക്സ്ട്രാ ഒരു 128 ബൈറ്റ്സ് റാം സ്പേസും അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന വേറൊരു മൈക്രോ കൺട്രോളർ ആണ് 8031. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് റോംലെസ് മൈക്രോ കൺട്രോളർ ആണ്. അപ്പോൾ റോംലെസ് മൈക്രോ കൺട്രോളർ ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 8031 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The input output ports in 8051 family is off. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞതാണ് അല്ലേ? 8051 IO പോർട്സ് എത്ര എണ്ണാണ് ഉള്ളതെന്ന്. ഓപ്ഷൻസ് നോക്കാം. 32, 24, 64, 16. ഓക്കെ, 32 IO പോർട്സ് ആണുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് the C in 8089C51 microcontroller stands for? ഓക്കെ, ഇപ്പൊ 8089C51 മൈക്രോ കൺട്രോളറിൽ ഇതിൽ സി എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. കപ്പാസിറ്റർ, ക്യാരി, കോമൺ കൺട്രോളർ, സിമോസ്. ഓക്കെ, പിന്നെ സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ടെക്നോളജി, സിമോസ് ടെക്നോളജിയാണ്. അപ്പൊ സിമോസ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following alters the program for some time temporary? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ടെമ്പററി ഒരു പ്രോഗ്രാമിന്റെ ഓൾട്ടർ ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ഇൻറപ്റ്റ്സ്, ടൈമേഴ്സ്, ഷിഫ്റ്റേഴ്സ്, ആക്ച്വേറ്റേഴ്സ്. ഓക്കെ, ഇതിൽ ഇൻറപ്റ്റ്സ് ആണ് കറക്റ്റ് ആൻസർ. ഇൻറപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്?
ആക്ച്വലി ഒരു ഇൻട്രപ്റ്റ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഒരു സബ് റുട്ടീൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുക അല്ലെ. അപ്പോൾ മെയിൻ പ്രോഗ്രാം അവിടെ ടെമ്പററി സ്റ്റോപ്പ് ചെയ്തിട്ട് സബ് റുട്ടീൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ആ സബ് റുട്ടീൻ പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് തിരിച്ചെന്ത് ചെയ്യുന്നത്, മെയിൻ പ്രോഗ്രാമിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇൻട്രപ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഗ്രാം മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് മെമ്മറി. പ്രോഗ്രാം മെമ്മറിയുടെ വേറൊരു പേരാണ്. ഓപ്ഷൻസ് നോക്കാം. പ്രോസസ്, ഷിഫ്റ്റ്, കോഡ്, റൈറ്റ്. നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. പ്രോഗ്രാം മെമ്മറിയുടെ വേറൊരു പേര് എന്താണ്, കോഡ് മെമ്മറി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഓൾ ഓഫ് the arithmetic operations and logical instruction dash is used. അപ്പോൾ arithmetic and logical instructions അല്ലെങ്കിൽ ALU ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. മൾട്ടിപ്ലയർ, ഷിഫ്റ്റർ, അക്യുമുലേറ്റർ, നൺ ഓഫ് ദീസ്. നമുക്കറിയാം അക്യുമുലേറ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ്. അക്യുമുലേറ്ററിനെ തന്നെ എ രജിസ്റ്റർ എന്നും പറയും. അപ്പൊ ഏതൊരു ALU ഓപ്പറേഷൻ നടക്കുന്ന സമയത്തും ഒരു വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും, അക്യുമുലേറ്ററിലായിരിക്കും. അതേപോലെ തന്നെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുക, അക്യുമുലേറ്ററിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DPTR is used to operate data in dash addressing mode. ഓക്കെ, അപ്പൊ DPTR എന്ന് പറയുന്നത് ഡേറ്റ പോയിന്റർ ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സെയിം, ഡിഫറെന്റ്, യൂണിക്, നൺ ഓഫ് ദീസ്. ഇപ്പൊ ഡേറ്റ പോയിന്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ പോയിന്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡേറ്റ പോയിന്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡേറ്റ പോയിന്റർ രജിസ്റ്റർ ഹോൾസ് ഡാഷ് ബിറ്റ് അഡ്രസ്. ഇപ്പൊ ഡേറ്റ പോയിന്റർ എത്ര ബിറ്റ് വൈഡ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. 12, 14, 16, 18. ഡേറ്റ പോയിന്റർ എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് 8 ബിറ്റ് രജിസ്റ്റർ ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്, ഡേറ്റ പോയിന്റർ ഹൈ ബൈറ്റ്, ദെൻ ഡേറ്റ പോയിന്റർ ലോ ബൈറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ വന്നിട്ട് ഏതാണ്, സി ആണ് കറക്റ്റ് വൺ. 16 ബിറ്റ് രജിസ്റ്റർ ആണ് ഡാറ്റ പോയിന്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PSW രജിസ്റ്റർ ഈസ് ഓൾസോ കോൾഡ് ആസ് ഡാഷ് രജിസ്റ്റർ. PSW എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആണ്. ഇതിന്റെ വേറൊരു പേര് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. പ്രോഗ്രാം, ഷിഫ്റ്റ്, ഫ്ലാഗ്, കോഡ്. PSW എന്ന് പറയുന്നത് എന്താണ്, ഫ്ലാഗ് രജിസ്റ്റർ ആണ്. 8051 ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഏതൊക്കെ ഫ്ലാഗ്സ് ആണ് വരുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈനൽ ബാങ്ക് രജിസ്റ്റർ സ്റ്റാർട്ട്സ് ഫ്രം the 18th location and stops at dash location. ഓക്കെ, അപ്പോൾ ഇതിൽ രജിസ്റ്റർ ബാങ്ക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ രജിസ്റ്റർ ബാങ്കിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ആണെങ്കിൽ 18H അല്ലെ. അതുപോലെ തന്നെ ഫൈനൽ ലൊക്കേഷൻ ഏതാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, എൻഡിങ് ലൊക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 2F, 1F, 3F, 4F. അപ്പൊ എന്താണ് ഈ ബാങ്ക് രജിസ്റ്റർ എന്നുള്ളത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. റാം മെമ്മറി സ്പേസിനെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, രജിസ്റ്റർ ബാങ്ക്സ് ആയിട്ടും അതുപോലെ തന്നെ ബിറ്റ് അഡ്രസ്സബിൾ റാം, ദെൻ സ്ക്രാച്ച് പാഡ് റാം അല്ലെ. ഇതിൽ രജിസ്റ്റർ ബാങ്ക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. ഈ ബാങ്ക് 3 ആണ് ഫൈനൽ ബാങ്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ 18H ആണ്, അതുപോലെ എൻഡ് ചെയ്യുന്നത് 1FH ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാക്ക് ഹോൾസ് ഡേറ്റ ഫ്രം 00 to ഡാഷ്. സ്റ്റാക്ക് എത്ര ബിറ്റ് വൈഡ് ആണ്, 8 ബിറ്റ് വൈഡ് ആണ് അല്ലെ. അപ്പൊ അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് 00 തൊട്ട് എവിടം വരെയാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. 1F,
FF, DF, 0F. 00 തൊട്ട് FF വരെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8051 depends on a dash architecture. 8051 ഏത് ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. അഡ്വാൻസ്ഡ് റിസ്ക് മെഷീൻ, then ഹാർഡ്വേർഡ്, വോൺ ന്യൂമാൻ, ബോത്ത് എ ആൻഡ് സി. ഓക്കെ, അപ്പൊ നമ്മളുടെ 8051ന്റെ പ്രത്യേകത എന്താണ്? 8051 നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ മെമ്മറി ഉണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്രോഗ്രാംസ്, അതുപോലെ കോഡ്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രോഗ്രാം മെമ്മറി ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിന് 2 ടൈപ്പ് ഓഫ് മെമ്മറി അവൈലബിൾ ആണ് സെപ്പറേറ്റ് ആയിട്ട്. ഇത് ഏത് ആർക്കിടെക്ചറാണ്? ഹാർഡ്വേർഡ് ആർക്കിടെക്ചറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ. വോൺ ന്യൂമാനിലാണെങ്കിൽ ഒരു ഒറ്റ മെമ്മറിയിലാണ് നമ്മൾ ഡേറ്റ അതുപോലെ തന്നെ പ്രോഗ്രാം എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യുന്നത്. The next question. 8051 uses different methods to access data called. അതായത് 8051 ഡേറ്റ ആക്സസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെ, ഡിഫറെന്റ് മെത്തേഡിൽ നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആക്സസിംഗ് മോഡ്, അഡ്രസ്സിംഗ് മോഡ്, റീ അഡ്രസ്സിംഗ് മോഡ്, നൺ ഓഫ് ദീസ്. അറിയാം, അഡ്രസ്സിംഗ് മോഡ്. ഡേറ്റ ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? അഡ്രസ്സിംഗ് മോഡ്സ് എന്നാണ് പറയുക അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. പല രീതിയിൽ നമുക്ക് ഡേറ്റ 8051 ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In 8051, the on-chip ROM contains dash of memory. അപ്പോൾ 8051 on-chip ROM-ന്റെ സ്പേസ് ആണ്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് on-chip ROM ആണ് 8051 അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. 2KB, 4KB, 8KB, 16KB. നമ്മൾ മുന്നേ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. 4 കിലോബൈറ്റ്സ് ഓഫ് on-chip ROM ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. Next question. INC and DEC will work as dash instructions. INC for increment, DEC decrement. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ പെടുന്നതാണ്? ഓപ്ഷൻസ് നോക്കാം. അഡീഷൻ, സബ്സ്ട്രാക്ട്, ലോജിക്കൽ, ട്രാൻസ്ഫർ. ഓക്കെ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് ഇൻക്രിമെന്റ് അതുപോലെ തന്നെ ഡിക്രിമെന്റ് ഇൻസ്ട്രക്ഷൻസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the file extension used to load in microcontroller to execute an instruction? നമ്മൾ പ്രോഗ്രാംസ് എല്ലാം മൈക്രോ കൺട്രോളറിലോട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫയൽ ഏത് ടൈപ്പ് ഓഫ് ഫയൽ ആയിട്ടാണ്, അതിന്റെ എക്സ്റ്റൻഷൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. .doc, .c, .text, then .hex. ഓക്കെ, അപ്പൊ ഹെക്സ് ഫയൽ ആയിട്ടാണ് ലോഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When 8051 wakes up, then 0x00 is loaded to which register? 8051 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ഈ വാല്യൂ, അതായത് 000 ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. DPTR ഡാറ്റ പോയിന്റർ, SP സ്റ്റാക്ക് പോയിന്റർ, PC പ്രോഗ്രാം കൗണ്ടർ, PSW പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. അപ്പൊ എവിടെയാണ് ലോഡ് ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടർ അല്ലെ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് ആണ് ലോഡ് ചെയ്യുന്നത് അല്ലെ. മൂവിങ് ടു ഫൈനൽ ക്വസ്റ്റ്യൻ. When the call instruction is executed, the topmost element of stack comes out to be. അപ്പോൾ call instruction execute ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിലെ ഏറ്റവും ടോപ്മോസ്റ്റ് എലമെന്റിൽ എന്തായിരിക്കും ഉള്ളത് എന്നുള്ളതാണ്. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. The address where stack pointer starts, the address next to call instruction, address of the call instruction, next address of the stack pointer. ഇപ്പോഴും നമ്മൾ കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സബ് റൂട്ടീൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. ആ കോളിന്റെ ഒപ്പം തന്നെ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ കൂടി ഉണ്ടാവും. ഓക്കെ, ആ സബ് റൂട്ടീൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച്
മെയിൻ പ്രോഗ്രാമിലോട്ട് റിട്ടേൺ വരണം അല്ലേ? അപ്പൊ റിട്ടേൺ വരുന്ന സമയത്ത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് എവിടെ ലോഡ് ചെയ്തിട്ടുണ്ടാവും? സ്റ്റാക്കിലുണ്ടാവും. ആ സ്റ്റാക്കിൽ നിന്ന് തിരിച്ചത് പ്രോഗ്രാം കൗണ്ടറിലോട്ട് ലോഡ് ചെയ്താൽ മാത്രം മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോ ഏത് അഡ്രസ്സാണ് ഉണ്ടാവുക? The address next to the call instruction. Option B ആണ് correct answer.